സുജിത്തെ ഇറങ്ങടാ, സമയമായി. വിഷ്ണുവേട്ടൻ വിളിച്ചുകൊണ്ട് നിന്ന് നേരത്തെ ഇറങ്ങി. അല്ലെങ്കിൽ പതിവ് താമസിച്ച, പക്ഷെ ഇന്നും കഴിക്കാൻ പറ്റിയില്ല. അതിപ്പോ പതിവ്. മണ്ടേ പണിക്ക് പോകാൻ എല്ലാവരെ പോലെ എനിക്കും മടിയാ. അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എൻ്റെ ഈ ആഴ്ചയും തുടങ്ങി. ചൂടും പൊടിക്കാറ്റും ഒക്കെ സഹിച്ച് എത്ര പണിയെടുത്താലും ആകെ ഒരു ആശ്വാസം ലീവിന് നാട്ടിലോട്ട് പോകാവുന്നതാണ്. ഇങ്ങനെ വളരെ നോർമലായി പോയ എൻ്റെ ഈ ലൈഫ് പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂളാണ് ചേട്ടാ. എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ കൂട്ടുകാരാണ് ചേട്ടാ. കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നഷ്ടപ്പെടലുകളില്ലാത്ത ഒരു മനുഷ്യരെയും എനിക്ക് ആ മണ്ണിൽ കാണാൻ കഴിഞ്ഞില്ല. ഹലോ, ആരാണ്? ഹലോ, സുജിത്തല്ലേ? സുജിത്തെ, ഞാൻ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഈ ചൂരൽമല ദുരന്തത്തിൽ നിങ്ങൾക്കുണ്ടായ നഷ്ടം ഞങ്ങൾക്കറിയാം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വയനാട് ടൗൺഷിപ്പ് പദ്ധതിയിൽ നിങ്ങളും അംഗമാണ്. ഓരോ കുടുംബത്തിനും 7 സെന്റിൽ വീടും വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ തുടങ്ങി അനുബന്ധ സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ ഒരുക്കും. ആരോഗ്യ കേന്ദ്രം, വിദ്യാലയം, വിനോദത്തിനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്.